Today's word of God is from Matthew chapter 28 verses 18 through 19. Then Jesus approached and said to them, "All power in heaven and on earth has been given to me. Go, therefore, and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit." Through baptism, believers enter into a covenant relationship with the triune God, the Father, the Son, and the Holy Spirit. The Holy Trinity, one God in three persons, expresses a single divine essence shared fully and equally by the Father, the Son, and the Holy Spirit. Through the grace of baptism, we are called to profess our faith, actively participate in the Church's apostolic mission, and lead holy lives in service to others. Jesus declares that He reigns over all creation and possesses universal dominion in heaven and on earth, exousia, or sovereign authority. In the Great Commission, He commands His followers to undertake a global mission to make disciples of all nations until the end of the age. ആമേൻ. ഇന്നത്തെ വചനവായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 18 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, "സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ." ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാർക്ക് ഭൂമിയിലെ സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള സാർവത്രികമായ അധികാരം നൽകുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. മാമോദീസ, അതായത് ജ്ഞാനസ്നാനം വഴി ഒരു വ്യക്തി പൂർണ്ണമായും ത്രിയേക ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് സൃഷ്ടാവും പരിപാലകനുമായ പിതാവിനോടും രക്ഷകനായ പുത്രനായ യേശുക്രിസ്തുവിനോടും സഹായകനും പരിവർത്തകനുമായ പരിശുദ്ധാത്മാവുമായ ഈ മൂന്ന് വ്യക്തികൾ ഒരേ ദൈവമാണെന്നും നമ്മുടെ ജീവിതത്തിൽ ത്രിയേക ദൈവത്തിന് തുല്യ പങ്കാളിത്തമുണ്ടെന്നും വ്യക്തമാക്കുന്നു. ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഈ മിഷൻ നമ്മളായിരിക്കുന്ന തലങ്ങളിൽ വിശുദ്ധ ജീവിതം നയിച്ച് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ യേശു നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസ ബോധ്യത്തോടെ തുടരാം. ആമേൻ. സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.